പെറ്റൂണിയ ചെടികൾ വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു അത്ഭുത ഹോം ഗാർഡനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി അടുത്ത് ഒരു വീട്ടമ്മ പരിപാലിക്കുന്ന ഈ ഹോം ഗാർഡനിൽ ഒരുപാട് പെറ്റൂണിയ വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ബീറ്റ്റൂട്ട് റെഡ് പെറ്റൂണിയയ്ക്കാണ്. അപ്പം അത് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ വീഡിയോ. ഈ ഗാർഡനിൽ അതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ, നമുക്ക് അത് കളക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി പെറ്റൂണിയകളെ പരിചയപ്പെടാം, ID പറഞ്ഞ് പരിചയപ്പെടാം. അതുപോലെ തന്നെ അതിൻ്റെ വിത്ത് പാകുന്നത് എങ്ങനെ അത് മാറ്റി നടാം, അങ്ങനെ പെറ്റൂണിയയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കൂടിയാണിത്. എൻ്റെ പേര് മൃദുല എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് താമസിക്കുന്നത്. എനിക്കൊരു 60 കളേഴ്സിന് മേലെ പെറ്റൂണിയ ഉണ്ട്. ഒരു 7 വർഷമായി പെറ്റൂണിയ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമാണ് പെറ്റൂണിയ. ഒരു 10 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സെയിൽ ചെയ്യാനായിട്ടുള്ള പ്ലാന്റ്സ് കിട്ടും. ഇത് ടൈഡൽ വേവ് റെഡ് വെല്ലൂർ എന്ന് പറയും. ഇപ്പോൾ എല്ലാവരും പറയുന്ന ബീറ്റ്റൂട്ട് റെഡ്, അതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. സ്റ്റെം കട്ടിങ് പ്ലാന്റ്സും ഉണ്ട്, പോട്ട് പ്ലാന്റും ഉണ്ട്, ഫുൾ പോട്ടോട് കൂടിയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റീസ് സ്റ്റെം കട്ടിങ് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. പോട്ടിലെ പ്ലാന്റ്സും ഉണ്ട്. ഇത് ഈസി വേവ് കോറൽ പീച്ച് എന്ന് പറയും. ഇത് നിറയെ സീഡ്സ് ഉണ്ടാവും. പൂ പോകുന്ന എല്ലാം സീഡ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ്. ഒരുപാട് സീഡ്സ് കിട്ടും. സീഡ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കളേഴ്സും കിട്ടും. ഇത് മോൺ മില്യൺ എന്ന് പറയും. മോൺ മില്യൻ്റെ ഒരു 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സീഡ്സ് നന്നായിട്ട് ഉണ്ടാകുന്നതാണ്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഒരു 3 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് നൈറ്റ് സ്കൈ എന്നാണ് പേര്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ അകത്തായിട്ട് വൈറ്റ് ഡോട്ട് വീഴും. ഇതിൻ്റെ ഒരു 3 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് പിങ്ക്, ബ്ലൂ, റെഡ്, എല്ലാത്തിനകത്തും ഒരു വൈറ്റ് ഷെയ്ഡ് വരും. അത് നമുക്ക് വെയിൽ കൂടുന്നതനുസരിച്ചാണ് പൂക്കൾക്ക് വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത്. നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ്. നിറയെ സീഡ്സ് ഉണ്ടാകും. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഒരു 3 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് പിങ്ക്, ബ്ലൂ, റെഡ്, എല്ലാ വെറൈറ്റിയാണ്. ഇത് പ്യുവർ ബ്ലാക്ക് പെറ്റൂണിയാണ്. ഇത് നമുക്ക് സ്റ്റമ്മും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് സീഡ്സും കിട്ടും. സാധാ മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി. ഫുൾ പോട്ടോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും തരും. ഇല്ല സ്റ്റം കട്ട് ചെയ്ത് സ്റ്റമ്മിൻ്റെ പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയാണെങ്കിൽ തരും. ഗ്ലാസ്സിലെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഇത് എക്സോട്ടിക് ആണ്. ഇത് സൺഷൈൻ എന്ന് പറയും ഇതിന്. ഇതിപ്പം വൈറ്റ് ഡബിൾ പെറ്റൂണിയക്കകത്ത് അകത്തേക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ഫുൾ പോട്ട് അവൈലബിൾ ആണ്. സ്റ്റമ്മ് കട്ട് ചെയ്ത പ്ലാന്റ്സും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് നൈറ്റ് സ്കൈയുടെ ഒരു ബ്ലൂ പ്ലാന്റ്സ് ആണ്. ഇതിനകത്തും വൈറ്റ് ഡോട്ട് വീഴുന്നതാണ്. നിറച്ച് സീഡ്സ് ഉണ്ടാകും. പൂ പോകുന്ന എല്ലായിടത്തും സീഡ്സ് ഉണ്ടാകും. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഫുൾ പോട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതൊരു എക്സോട്ടിക് വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ പേര് ക്യൂൻ ഓഫ് ഹാർട്ട് എന്നാണ് പേര്. മഞ്ഞക്കകത്ത് ഒരു മജന്ത ലൈൻ വീഴുന്ന നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. സീഡ്സ് കിട്ടും. സീഡ്സിൽ നിന്ന് തന്നെ ഈ കളേഴ്സ് തന്നെ കിട്ടുന്നതാണ്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ്. ഇത് ഡബിൾ പെറ്റൂണിയാണ്. ഡബിൾ DO എന്നാണ് ഇതിൻ്റെ ID. നമ്മളത് സീഡ്സ് ഇട്ട് മുളപ്പിച്ച് എടുക്കുന്ന പ്ലാന്റ്സ് ആണ്. ഒരു 10 കളേഴ്സിന് മേലെ കിട്ടുന്നതാണ്. ഫുൾ പോട്ടോട് കൂടിയാണ് കൊടുക്കുന്നത്. ചെറിയ പോട്ട് കൊണ്ട്, ഫുൾ പോട്ട് കൊണ്ട്, ഹാങ്ങിങ് പോട്ടോട് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ടൈഡൽ വേവിൻ്റെ സിൽവറിൻ്റെ പ്ലാന്റ്സ് ആണ്. സിൽവറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സിൽവറിൻ്റെ പ്ലാന്റ്സിൽ നിന്ന് സീഡ്സ് കിട്ടിയാൽ ആ സീഡ്സിൽ നിന്നും നമുക്ക് ഒരുപാട് കളേഴ്സ് കിട്ടും. ഈ സെയിം കളേഴ്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. സിൽവറിന് മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത്. സീഡ് കിട്ടിയാൽ ആ സീഡ് പാകി കിളിപ്പിച്ച് ഒരു പ്ലാന്റ്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും വേറെ ഒരു 3-4-5 കളർ ഷെയ്ഡ് എനിക്ക് സിൽവർ കിട്ടിയിട്ടുണ്ട്. ഇത് ഡബിൾ പെറ്റൂണിയ ഗ്ലോറിയസ് എന്നാണ് ഇതിൻ്റെ IDയുടെ പേര്. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കളേഴ്സ് പൂ വിരിഞ്ഞാലും ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരും ഇതിൽ നിന്ന്. സീഡ്സ് കിട്ടില്ല. ഡബിൾ പെറ്റൂണിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ പെറ്റൂണിയക്ക് സീഡ്സ് ഇല്ല.
സീഡ്സ് ഇല്ലാതെ സ്റ്റമ്മ് കട്ട് ചെയ്തെടുത്തിട്ടാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫുൾ പോട്ടും ഉണ്ട്, ചെറിയ പോട്ട്സും അവൈലബിൾ ആണ്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് കാലിബ്രോച്ച എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്നത് മിനി പെറ്റൂണിയ അല്ലെങ്കിൽ മില്യൻ ബെൽസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു 5 കളേഴ്സോളം അവൈലബിൾ ആണ്. സ്റ്റമ്മ് കട്ട് ചെയ്ത ക്ലാസ്സിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ്. മില്യൻ ബെൽസിൻ്റെ കട്ടിംഗ് പ്ലാന്റ്സ് ആണ്. ഒരു 5 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. അങ്ങനെ ഒരു 5 കളർ ഷെയ്ഡിൽ കട്ടിംഗ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് സർഫീനിയ എന്നാണ്. സർഫീനിയയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും, പക്ഷെ നന്നായിട്ട് ബുഷായിട്ട് നന്നായിട്ട് വളരും. ഈ പൂക്കൾ പോകുന്ന എല്ലായിടത്തും സീഡ്സ് ഉണ്ടാകും. സീഡ്സിൽ നിന്ന് ഒരുപാട് കളേഴ്സ് കിട്ടും. നല്ല തിക്കായിട്ട് വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ്. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സർഫീനിയയുടെ പ്ലാന്റ്സ് വളരെയധികം ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് വളരും, ഒരുപാട് സീഡ്സ് കിട്ടും. നമുക്കൊരു സർഫീനിയയുടെ ഒരു പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നമ്മുടെ കയ്യിൽ വരുന്നതാണ്. ഇത് ഡാഡി മിക്സ് എന്നാണ് ഇതിൻ്റെ ഐഡിയുടെ പേര്. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കണം. പോട്ട് പ്ലാന്റ് വേണ്ടവർക്ക് പോട്ട് പ്ലാന്റും തരും. പീച്ച് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മജന്ത ഉണ്ട്. അങ്ങനെ ഒരുപാട് കളർ ഷെയ്ഡിൽ കിട്ടും. ഇതും അത് തന്നെയാണ്. ഒരു പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കളേഴ്സ് കിട്ടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണിത്. നാടൻ പെറ്റൂണിയയുടെ ഒരു 10 കളേഴ്സിന് മേലെയുണ്ട്. നാടൻ പെറ്റൂണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സീഡ്സ് ഇട്ട് മുളപ്പിച്ച് എടുക്കുന്ന വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് കിട്ടും. സീഡ്സ് ഇട്ട് മുളപ്പിക്കുന്ന തന്നെ മിക്സഡ് സീഡ് ഇട്ട് മുളപ്പിക്കുന്ന പ്ലാന്റ്സ് ആണ്. നാടനാണ്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, സീഡ്സ് കിട്ടും. ഒരു 10 കളേഴ്സിന് മേലെയുണ്ട്. നാടൻ പെറ്റൂണിയയുടെ സീഡ്സ് ഇട്ട് മുളപ്പിച്ച പ്ലാന്റ്സ് ഇതാണ്. ഈ സൈസിലെ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. 20 പ്ലാന്റ്സിൻ്റെ കോംബോക്ക് 690 ആണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ ചെയ്യുന്നതാണ്. വാട്സപ്പിൽ ഒരു വീഡിയോ ഇടുന്നതാണ്. ഒരു പോട്ടിൽ എത്ര പ്ലാന്റ്സ് വീതം വെക്കണമെന്നും ഏതൊക്കെ പോട്ടിംഗ് മിക്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം വാട്സപ്പ് ചെയ്യുന്നതാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പെറ്റൂണിയ പ്ലാന്റ്സ് വളർത്താം. ഹാങ്ങിങ് പോട്ടായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം, ടോപ്പ് പോട്ടായിട്ട് വളർത്തണമെങ്കിൽ വളർത്താം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താം. പിന്നെയെന്ന് പറയുന്നത് പെറ്റൂണിയ പ്ലാന്റ്സിന് ഏറ്റവും വലിയ ഒരു വില്ലൻ എന്ന് പറയുന്നത് വെള്ളമാണ്. നമുക്ക് വെള്ളം കൊടുക്കണ്ട. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര ചൂട് കൂടുതലായത് കാരണം ചകിരിച്ചോറ് കമ്പോസ്റ്റിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. ചകിരിച്ചോറ് കമ്പോസ്റ്റിലാണ് നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നതെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് ചെയ്യുന്നതാണ്. ഐഡിയുടെ പേര് കാലിബ്രസ്റ്റെല്ലോ എന്നാണ്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. നിറച്ച് സീഡ്സ് ഉണ്ടാകും. ഒരുപാട് സീഡ്സ് ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ്. നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇത് സ്റ്റാർ പെറ്റൂണിയ എന്നാണ് പേര്. ഇതിൻ്റെ ഐഡിയുടെ പേര്. ഇതിൻ്റെ ഒരു 60 കളേഴ്സിന് മേലെ കിട്ടുന്നതാണ്. നമുക്കൊരു സ്റ്റാർ പെറ്റൂണിയയുടെ ഒരു 5 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് സീഡ്സ് എടുത്ത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സീഡ്സ് പാകുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് കിട്ടും. എനിക്കിവിടെ ഒരു 60 കളേഴ്സിന് മേലെ സ്റ്റാർ പെറ്റൂണിയ കിട്ടിയതാണ്. ഇതിൻ്റെ സീഡിട്ട് മുളപ്പിച്ച പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാനും പറ്റും. സീഡ്സും നന്നായിട്ടുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. നാടനാണ്. നാടൻ ഡബിൾ പെറ്റൂണിയ എന്ന് പറയും. സീഡ്സ് നമുക്ക് കിട്ടില്ല. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇത് ബർഗണ്ടി ബ്ലാക്ക് എന്ന് പറയും. നല്ല ഭംഗിയുള്ള നല്ല പൂക്കളാണ്. ഇതിൽ നിന്ന് സീഡ്സ് നന്നായിട്ട് കിട്ടും. സീഡ്സ് കിട്ടുകയും ചെയ്യും. സ്റ്റമ്മ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് സീഡ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് കിട്ടും. ഇത് നാടൻ പെറ്റൂണിയാണ്. ഡബിൾ പെറ്റൂണിയ ഗ്ലോറിയസ് എന്ന് പറയും. ഇത് പോട്ടിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒരു പോട്ടിലെ പ്ലാന്റിൻ്റെ റേറ്റ് 150 ആണ്. ഇത് നമുക്ക് DTDC വഴി അയക്കാൻ പറ്റില്ല. പെറ്റ് സർവീസ് വഴി അയച്ചു തരുന്നതാണ്. 10 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ടൈഡൽ വേവിൻ്റെ പ്ലാന്റ്സ് ആണ്. ടൈഡൽ വേവിൻ്റെ ഒരു 5 കളർ ഷെയ്ഡ്, ഡബിൾ പെറ്റൂണിയ, വൈറ്റ്, ബ്ലാക്ക് എല്ലാം ഉണ്ട്. സ്റ്റമ്മ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 15 വെറൈറ്റീസ് പ്ലാന്റ്സ് കൈവശമുണ്ട്.
ഇതെല്ലാം വെക്കുന്നത് തന്നെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത ചകിരിച്ചോറ് കമ്പോസ്റ്റിലാണ് വെക്കുന്നത്. അതിൻ്റെ ഒരു ഇളത്ത കമ്പ് നോക്കി കട്ട് ചെയ്തിട്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റിൽ വെച്ച് കൊടുത്താൽ മതി. ആദ്യത്തെ പ്രാവശ്യം ഇത്തിരി സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ഈ ഗ്ലാസ് നന്നായിട്ട് നനച്ചതിന് ശേഷം ഈ പ്ലാന്റ്സ് വെക്കുക. ഒരാഴ്ചത്തേക്ക് നമ്മൾ തണലത്തേക്ക് മാറ്റി വെക്കുക. തണലത്തേക്ക് മാറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു അല്പമായിട്ട് ഒരു നാമ്പ് മുളച്ച് വരും. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് NPK നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ NPK കലക്കിയിട്ട് രാത്രിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ച് വീണ്ടും ഒരു 10 ദിവസവും കൂടി തണലത്തേക്ക് വെക്കുക. അത് കഴിയുമ്പോൾ നന്നായിട്ട് റൂട്ട് വന്ന് കാണും. പിന്നെ നമുക്കത് റീപോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത ചകിരിച്ചോറ് കമ്പോസ്റ്റും ആട്ടിൻ കാഷ്ടവും സാഫും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ആ പോട്ടി മിക്സിലാണ് എൻ്റെ പെറ്റൂണിയ പ്ലാന്റ്സ് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഞാൻ പെറ്റൂണിയ പ്ലാന്റ്സ് എല്ലാം വെക്കുന്നത് അങ്ങനെയാണ്. ബൈ ചാൻസ് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകേണ്ടി വരികയാണെങ്കിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റിലാണ് പ്ലാന്റ്സ് വെക്കുന്നതെങ്കിൽ പോകുന്നതിൻ്റെ അന്ന് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു 3 ദിവസം വരെയൊക്കെ പെറ്റൂണിയ പ്ലാന്റ്സ് വാടാതെ നിൽക്കും, നന്നായിട്ട് നിൽക്കും. തണുപ്പുള്ള ഈർപ്പം നിലനിൽക്കുന്നത് കാരണം വെള്ളം വേണ്ടി വരില്ല. പിന്നെ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമുക്ക് വെള്ളീച്ചയും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് എല്ലാ കാര്യങ്ങളും വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. കസ്റ്റമേഴ്സിനെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ചെടികൾക്കുണ്ടാകുന്ന വാട്ടരോഗം ഉണ്ടാകും. ചില ദിവസം നമ്മൾ നന്നായിട്ട് നിൽക്കുന്ന കാണും, പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ വാടി തളർന്ന് വീണ് കിടക്കുന്ന കാണും. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അവർ ഫോട്ടോ എടുത്ത് എനിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ പെറ്റൂണിയ മാത്രമാണ് സെയിൽ ചെയ്യുന്ന. ഒരു 6 വർഷത്തിന് മേലെയായി. അപ്പോൾ പെറ്റൂണിയ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് അതിൻ്റെ അസുഖങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കി ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ടൈഡൽ വേവിൻ്റെ റെഡ് വെല്ലൂറാണ് ഇത് പോട്ടിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഫുൾ പോട്ടോട് കൂടി വിത്ത് ഹാങ്ങറായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് DTDC വഴി അയക്കാൻ പറ്റില്ല. ഇത് പെറ്റ് സർവീസ് വഴി മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒത്തിരി ബുഷായിട്ട് നിൽക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഏത് വെറൈറ്റി വേണമെങ്കിലും ഫുൾ പോട്ടോട് കൂടി നൽകുന്നതാണ്. പാടില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കാണിക്കുന്നതാണ്. ഇത് ഇപ്പം നന്നായിട്ട് മൂത്ത സീഡ്സാണ്. ഈ സീഡ്സ് നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ നിന്ന് സീഡ്സ് വരും, നന്നായിട്ട് വരും സീഡ്സ്. ഒരു സീഡ് നോബിൽ നിന്ന് തന്നെ ഒരു 50 സീഡ്സിന് മേലെ കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ സീഡ്സ്. പെറ്റൂണിയയുടെ കാലിബ്രസ് ടെല്ലോയുടെ സീഡ്സ് ഇതാണ്. ഇത് ഞാൻ നടുന്ന രീതി ഒന്ന് കാണിക്കുന്നതാണ്. ഇത് സ്റ്റെറിലൈസ് ചെയ്ത ചകിരിച്ചോറ് കമ്പോസ്റ്റും ആട്ടിൻകാഷ്ടവും സാഫും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സാണ്. ഇത് ഒരു പാത്രത്തിനകത്ത് ഒരു പോട്ടിനകത്തോട്ട് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സീഡ്സ് നടുക്ക് ഭാഗത്തായിട്ട് മാത്രമേ ഇടാവുള്ളൂ. എല്ലാവർക്കും സീഡ്സ് ഇങ്ങനെ വിതറി ഒരിക്കലും സീഡ്സ് ഇടലും നടുക്ക് ഭാഗത്തായിട്ട് മാത്രമായിട്ട് സീഡ്സ് ഇടുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ 5 ദിവസം ആകുമ്പോൾ തന്നെ അത് മുളച്ച് തുടങ്ങും. ഒരു 3 ഇല അല്ലെങ്കിൽ ഒരു 4 ഇല പരുവാകുമ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഇലയിൽ പിടിച്ചോ അല്ലെങ്കിൽ ഒരു ഈർക്കിലി കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്തിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് പോട്ടിലോട്ട് വെക്കുന്നത്. സീഡ്സ് പാകി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മുളച്ച് കിട്ടി ഈ ഒരു പരുവം ആകുമ്പോൾ തന്നെ ഞാനത് പോട്ടിലോട്ടാണ് സാധാരണ വെക്കുന്നത്. പോട്ടിലോട്ട് ഒരു 2 or 3 പ്ലാന്റ്സ് ആയിട്ട് ഇങ്ങനെ വെക്കുക. ഇല്ല എങ്കിൽ ഒരു നെറ്റ് പോട്ടിനകത്ത് പോട്ടി മിക്സ് ഞാൻ വെക്കും. ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെയാണ് ഈ പോട്ടി മിക്സിനകത്ത് വെക്കുന്നത്. എന്നിട്ട് ഈ പ്ലാന്റ്സ് ഇതിനകത്തേക്ക് വെക്കും. ഇത് ഇത്തിരി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് റീപോർട്ട് ചെയ്യാവുന്നതാണ്. ഞാനിത് നെറ്റ് പോട്ടിനകത്ത് വെച്ച പ്ലാന്റ്സ് ആണ് ഇത് അങ്ങനെ തന്നെ ഈ പോട്ടി മിക്സ് അതിനകത്തോട്ട് ഈ സെയിം പ്ലാന്റ് തന്നെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മാസമായപ്പോൾ ഇത്രയും ഫ്ലവേഴ്സായി ബഡൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്.
ഇതാകുമ്പോൾ നമുക്ക് വേര് പൊട്ടിപ്പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമുക്കത് റീപോർട്ട് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും പ്ലാന്റ്സ് മോശമായി പോകുന്നത്. നെറ്റ് പോട്ടിലാണ് നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വേര് ഒട്ടും തന്നെ പോകത്തോ ഇല്ല. അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് പോട്ടിനകത്തോട്ട് വെക്കാം. ഇതെടുത്ത് നെറ്റ് പോട്ട് മാറ്റുക പോലും വേണ്ട. നടുക്ക് ഭാഗത്തായിട്ടൊരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഈ പ്ലാന്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ഒരു പ്ലാന്റാണ് ഇത്. ഞാൻ നെറ്റ് പോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് ആക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ആക്കാം.